നേപ്പാളിലും ടിബറ്റിലും ഉണ്ടായ ഭൂചലനത്തിൽ 32 മരണം 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിലും അനുഭവപ്പെട്ടു. രാവിലെ 6:35 ഭൂചലനം ഉണ്ടായത്. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടോ? നാശനഷ്ടത്തിന്റെ കണക്കുകൾ നേപ്പാളിൽ നിന്ന് വരുന്നുണ്ടോ? കാരണം വലിയ ഭൂചലനമാണല്ലോ അനുഭവപ്പെട്ടത്. ഇന്ത്യയിൽ എവിടെയൊക്കെ ഇതിന്റെ പ്രകമ്പനം ഉണ്ടായി? അനുജ, തീർച്ചയായിട്ടും 7.1 തീവ്രതയാണ് റിക്ടർ സ്കെയിലിൽ ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് തീവ്രത കൂടിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. നേപ്പാൾ ടിബറ്റ് അതിർത്തിക്കടുത്തുള്ള ലോബുഷിയിൽ നിന്ന് 93 കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഇന്ന് രാവിലെ 6:35 ഭൂചലനം. നിലവിലിപ്പോൾ 32 പേർ, അതായത് ഇത് പടിഞ്ഞാറൻ ചൈനയുടെ മേഖലയിലും ഈ ഭൂചലനത്തിന്റെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി. 32 പേർ മരിച്ചതായാണ് നമുക്ക് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ചൈനയിലെയും മറ്റ് ടിബറ്റിലെയും ചില പ്രാദേശിക മാധ്യമങ്ങളാണ് ഈ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ഭൂചലനത്തിൽ നിരവധി പേർക്ക് പരിക്ക് പറ്റിയതായുമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് രാവിലെ 6:35 ഈ ഭൂചലനം ഉണ്ടായത്. ഇന്ത്യയിലെ തന്നെ ഡൽഹി, അതുപോലെ ബീഹാർ, സിക്കിം, ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെയും നേരിയ പ്രകമ്പനം ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഇന്ത്യക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ട ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേപ്പാളിലാണ് 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടത്. 32 പേർ മരിച്ചു.